ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഒരു എക്സസൈസ് അല്ലെങ്കിൽ സൈക്ലിംഗ് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ സ്വാധീനിക്കുന്ന ഒന്നാണ്. ഇന്ന് ഞാൻ ചവിട്ടുന്ന വഴി ഏതാണെന്ന് വെച്ചാൽ പുതുപ്പള്ളി പഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടെ നിന്നും പുതുപ്പള്ളി പള്ളി, അവിടുന്ന് ഒരു ബൈപ്പാസ് റോഡുണ്ട് കോട്ടയത്തിനുള്ള സ്ട്രീറ്റ്. അതിലെ ജസ്റ്റ് കുറച്ച് മനോഹര കാഴ്ചകളുണ്ട്, അതൊക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഈ നേരെ കാണുന്നതാണ് പുതുപ്പള്ളി പഞ്ചായത്ത് ഓഫീസ്, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കാര്യാലയം. പുതുപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൻ്റെ അതിലെ നേരെ ഒരു വഴിയുണ്ട്. അപ്പം അതിലെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ പുതുപ്പള്ളി പള്ളിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പം ഇവിടുത്തെ ഗ്രാമീണ കാഴ്ചകളും കൃഷിസ്ഥലങ്ങളും ഒക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു സൈക്കിൾ റൈഡ് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ഉന്മേഷമാക്കും. പ്രത്യേകിച്ച് രാവിലെ പ്രഭാതങ്ങളിലുള്ള സവാരികൾ നമ്മുടെ മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒന്നാണ്. ഒരു മെഡിറ്റേഷൻ പോലെ തന്നെയാണ് രാവിലത്തെ ജോഗിങ്ങും സൈക്ലിങ്ങും വാക്കിങ്ങും ഒക്കെ. അത് നല്ല രീതിയിൽ നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കി തരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. In my head again, you had your heart set on me, but these feels they come and go, and they come so easily. Tell me what it is about you that I can't forget, but you're breaking down my walls again just to set me free. Why do I, baby, why do I love the way you always leave me? Why do I, baby, why do I love the touch but never love the feeling? Why do I, baby, why do I love the way you always leave me? Why do I, baby, why do I love the touch but never love the feeling? അപ്പം പുതുപ്പള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ കോട്ടയം നഗരത്തിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രാമവും നഗരവും ഇടകലർന്ന പ്രദേശമാണ് പുതുപ്പള്ളി. 1938 പുതുപ്പള്ളി വെടിവെപ്പ് ഏറെ കോളിളക്കമുണ്ടാക്കിയ സംഭവമാണ്. ഇന്ത്യയിലെ പ്രധാന റബ്ബർ ഗവേഷണ കേന്ദ്രം ഇവിടെയാണ്. പുതുപ്പള്ളി എന്ന പേരിന് കാരണമായി പറയപ്പെടുന്നത് ഇവിടെയുള്ള സെൻറ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയാണ്. ഇവിടെ നടക്കുന്ന പെരുന്നാൾ പ്രസിദ്ധമാണ്. പുതുപ്പള്ളിക്കടുത്തുള്ള
വെന്നിമല ശ്രീരാമ ലക്ഷ്മണ ക്ഷേത്രവും പ്രസിദ്ധമാണ്. മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജന്മദേശവും മണ്ഡലവും പുതുപ്പള്ളിയാണ്. 2023 ജൂലൈ 18 അന്തരിച്ച അദ്ദേഹം 53 വർഷമായി പുതുപ്പള്ളി MLA ആയിരുന്നു. പുതുപ്പള്ളി പള്ളിയെപ്പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലെ പ്രശസ്തമായ ക്രൈസ്തവ ദേവാലയങ്ങളിലൊന്നാണ്. കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളി ചങ്ങനാശ്ശേരി പാതയിൽ പുതുപ്പള്ളി കവലയിൽ നിന്നും 1 കിലോമീറ്റർ അകലെ കൊടൂരാറിൻ്റെ സമീപമുള്ള സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളി, പുതുപ്പള്ളി പള്ളി. ഈ പള്ളിക്ക് ഏകദേശം 4.5 നൂറ്റാണ്ട് പഴക്കമുണ്ട്. സ്ഥിരമായി സൈക്കിൾ ചവിട്ടുന്നതുകൊണ്ട് ആരോഗ്യത്തിന് നിരവധി ഗുണങ്ങളുണ്ട്. ഒരു ദിവസം അരമണിക്കൂറെങ്കിലും ചവിട്ടിയാൽ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സാധിക്കും. ഇന്ന് പലരും നേരിടുന്ന പ്രശ്നങ്ങളാണ് അമിതവണ്ണം, പ്രമേഹം, അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം, ഹൃദ്രോഗങ്ങൾ എന്നിവയെല്ലാം. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ അകറ്റിയെടുക്കാൻ സൈക്കിൾ വളരെയധികം സഹായിക്കും. സൈക്കിൾ ചവിട്ടുന്നതുകൊണ്ട് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഹൃദയത്തിൻ്റെ ആരോഗ്യം, നമ്മുടെ ശരീരം നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നതിൽ ഹൃദയത്തിന് വളരെയധികം പങ്കുണ്ട്. നമ്മുടെ ശരീരത്തിലേക്ക് രക്തം എത്തിക്കുന്നത് മുതൽ ജീവൻ്റെ സ്പന്ദനം പോലും ഹൃദയത്തിൻ്റെ കൈകളിലാണ്. നമ്മൾ വ്യായാമം ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നു. ഇത് ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നതിലേക്ക് നയിക്കുന്നു. അതുപോലെ തന്നെ ശരീരത്തിൽ പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവ വർദ്ധിക്കുന്നതിനും ഹൃദ്രോഗങ്ങൾ വർദ്ധിക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതെ ഹൃദയത്തെ സംരക്ഷിക്കാൻ സൈക്ലിംഗ് സഹായിക്കുന്നുണ്ട്. ഇത് ശരീരത്തിലേക്ക് രക്തയോട്ടം കൃത്യമായി നടക്കുന്നതിനും ശരീരത്തിലേക്ക് ഓക്സിജൻ എത്തുന്നതിനും സഹായിക്കുന്നു. ശ്വാസകോശത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും സൈക്ലിംഗ് സഹായിക്കുന്നു. പിന്നെ സൈക്ലിംഗ് കൊണ്ട് വേറെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ശരീരഭാരം കുറയ്ക്കാൻ സൈക്ലിംഗ് സഹായിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റാമിന, സ്ഥിരമായി സൈക്കിൾ ചവിട്ടിയാൽ സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ സ്ട്രെസ്സ്, നമ്മുടെ മാനസികാരോഗ്യം കാത്തു സൂക്ഷിക്കാൻ സൈക്കിൾ ചവിട്ടുന്നതിലൂടെ സാധിക്കും. ഇത് മെൻ്റൽ ഹെൽത്ത് സ്റ്റഡിയാക്കുന്നു. അതുപോലെ തന്നെ ശരീരത്തിലെ ഹോർമോൺ വ്യതിയാനങ്ങളെ സ്ഥിരമാക്കാനും സൈക്ലിംഗ് സഹായിക്കുന്നു. പിന്നെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ശരീരത്തിലെ ഫീൽ ഗുഡ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. അതിനാൽ തന്നെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ സൈക്ലിംഗ് വളരെയധികം സഹായിക്കുന്നുണ്ട്. കൂടാതെ നല്ല ഉറക്കം ലഭിക്കാനും മനസ്സിന് സമാധാനം ലഭിക്കാനും സൈക്ലിംഗ് വളരെയധികം സഹായിക്കുന്നു. അപ്പം സൈക്ലിംഗ് എന്നല്ല, ഏതൊരു എക്സസൈസ് ആണെങ്കിലും നമ്മുടെ ശരീരത്തിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരുവിധ സംശയവുമില്ല. നമ്മളുടെ ചുറ്റുവട്ടത്ത് എന്ത് മനോഹരമായ കാഴ്ചകളാണല്ലേ. അപ്പം ഇതൊക്കെ ആസ്വദിക്കാനും ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ബ്ലെസ്ഡ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ ദിവസവും പ്രകൃതി നൽകുന്ന കാഴ്ചകൾ അതിമനോഹരമാണ്. നമ്മുടെ ചുറ്റുവട്ടം ഇത്രയും മനോഹരമാണ്. അപ്പം ഇവയെ സംരക്ഷിക്കേണ്ട ചുമതലയും നമുക്കുണ്ട്. ഭാവിയിൽ ടൂറിസത്തിന് ഈ സ്ഥലത്ത് വളരെയധികം ഒരു സ്കോപ്പും കൂടെയുണ്ട്. 4 മണിക്കാറ്റൊക്കെ പോലെ തന്നെ ഈ സ്ഥലത്തും ഒത്തിരി ടൂറിസം സാധ്യതകളുണ്ട്. അപ്പം എന്തൊക്കെയാണെങ്കിലും മാക്സിമം എല്ലാ സ്ഥലവും സംരക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്.
കിളികളുടെ ഇമ്പമായ ശബ്ദവും അതുപോലെ തന്നെ പ്രകൃതിയിലേക്ക് നോക്കിയിരുന്നാൽ തന്നെ നമുക്കൊരു മനസ്സമാധാനം ലഭിക്കും. അതിരാവിലെ തന്നെ ജോലിക്ക് പോകുന്ന അതിഥി തൊഴിലാളികളെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ ബൈപ്പാസ് റോഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡും പാടങ്ങളും അതുപോലെ മരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ പച്ചപ്പ് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പേര് സൈഡുകളിലായിട്ട് വേസ്റ്റൊക്കെ വലിച്ചെറിഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. ദയവ് ചെയ്ത് വേസ്റ്റൊക്കെ വലിച്ചെറിയാതിരിക്കുക, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക. അപ്പോൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്